Hi friends, I am Rajisri. Everyone Rajis Curry Lab like Sagadam. In the Janivada, a variety dish Mayan on the Telade, Pachakapondula, dosa Yarakundan, the recipe. Namataka dosa Yarakundi, read in the Tambadigram, Pacheri, Yambelatilit in the Ratri Hudurtana, the Ravila breakfast ready a camenditana, and the Ratri the Velatil touch the top. Pinore, Thoda Kalaneta, and Nurgram, Kappa, it was cherry pisaki. Cut the Kappa radiacumba into Lina Arical and the Tvenum radiacaneta. Aliana Ari the Licadicuna. Pinaria media size tangada, Pagdi tanga, cherry the Neri Chudala. Anamada dosiki, cherry soft taminditana, Chudal and Jagan, Kochopo. Adinite, Adinamke, Kapem, ID, Tang would mix it a jallet on Arachelica. Pagdiola എടുത്തിട്ട് പകുതി ഇട്ടോളൂ കേട്ടോ ബാക്കി പിന്നെ ചേർക്കാം അരി തേങ്ങ ഇട്ട് കൊടുക്കാം അരി അരക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം നേരി ചൂടുവെള്ളം ഉണ്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ താഴെ നിൽക്കത്തക്ക വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി അരച്ചിട്ട് വരാം അങ്ങനെ ദോശയുടെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞ് കിട്ടുമല്ലോ ഫൈനായിട്ട് അറിയില്ല എന്നാലും മാക്സിമം അരക്കാൻ പറ്റിയത്ര അരച്ചെടുക്കുക അതുപോലെ ഇപ്പോൾ വെള്ളം ഇതുപോലെ നിൽക്കുകയാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടെടുക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതുപോലെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് അടിച്ചെടുത്ത ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം എന്നാലും ഞാനിത് ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ചുട്ടെടുക്കുന്നത് കേട്ടോ ദോശയുടെ മാവ് റെഡിയാക്കിയിട്ട് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ചുട്ടെടുക്കാനുള്ള പാൻ ചൂടായിട്ടുണ്ട് ഞാനതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തേക്കാം കേട്ടോ ഇതൊന്നൊരു കുറച്ച് ഇതായി കഴിയുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ഇനി കൂടുതൽ പരത്തണമെന്നുണ്ടെങ്കിൽ പരത്തി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും പരത്തുന്നുള്ളൂ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു വശം വന്നിട്ടുണ്ട് നമുക്ക് അടുത്ത വശത്തേക്ക് മറിച്ചിടാം കേട്ടോ മറിച്ചിട്ടിട്ട് ഒന്നും കൂടി മറിച്ചിട്ട് ഈ വശം ഒന്നും കൂടി മൊരിച്ചെടുക്കണം കേട്ടോ ഇനി മൂടി വയ്ക്കണമെന്നില്ല മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം വേവിച്ചെടുക്കാം ഒന്നുകൂടെ നമുക്കിതൊന്ന് മറിച്ചിട്ട് ഈ വശം ഒന്നും കൂടി മൊരിച്ചെടുക്കാം ഒന്നുകൂടി മൊരിയാനുണ്ട് സോഫ്റ്റാണ് എന്നാൽ മൊരിഞ്ഞും കിട്ടിയിട്ടുണ്ട് ഇത്ര മതി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അടുത്ത മാവ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ അടുത്ത ദോശ റെഡിയായി ഇതുപോലെ നമുക്കെല്ലാം ചുട്ടെടുക്കാം ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ നമ്മളുടെ കപ്പ ദോശ റെഡിയായി കഴിഞ്ഞു ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കടലക്കറിയാണ് റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കാം ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം